ഞാൻ വിചാരിച്ച് എവിടെ ഒളിച്ചിരിക്കുകയാണ് വരുമെന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഞാൻ ഉച്ചവരെ കാത്തിരുന്ന്. മരിച്ചത് പോലും അറിയത്തില്ലായിരുന്നു. അവൾ വരെ പറഞ്ഞു എൻ്റെ അച്ഛനെ അവരാണ് കൊന്നത്. എന്തോ അവിടെ ഒന്നിലെ ചിട്ടായിനെ ഉപദ്രവിക്കോ എന്തായാലും നല്ലൊരു ഭീഷണിയുണ്ട്. എന്തോ സംഭവം അവിടെ നടന്നിട്ടുണ്ട്. ഇത് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ഫാമിലിക്ക് നല്ല ഇൻവോൾവ് ഉണ്ട്. അവർ തന്നെയാണ് എൻ്റെ ഫാമിലീനെ ഇങ്ങനെ ആക്കിയത്. ഞാൻ വയ്യാത്ത എൻ്റെ മോള് ടൈപ്പ് 1 ഡയബറ്റിക്കാണ്. 4 സമയം ഇൻസുലിൻ എടുക്കണം. ആർക്കെങ്കിലും കടം കൊടുത്താൽ ബന്ധങ്ങൾ നഷ്ടപ്പെടുമെന്ന് പറയാറുണ്ട്. പക്ഷേ കടം കൊടുത്തതിൻ്റെ പേരിൽ ജീവിതം തന്നെ നഷ്ടമായാലോ? സർക്കാർ ഉദ്യോഗസ്ഥനായ ഷാജി തൻ്റെ ഉറ്റ സുഹൃത്തിനു വേണ്ടി ജാമ്യം നിന്നും കടം കൊടുത്തും സഹായിച്ചു. പക്ഷേ തിരികെ ചോദിച്ചു ചെന്ന ഷാജിക്ക് സംഭവിച്ചത് ആർക്കും വിശ്വസിക്കാനാകാത്ത ദുരൂഹതകളാണ്. ബാധ്യതയെ പറ്റി ഒന്നും സംസാരിച്ചിട്ടേ ഇല്ലായിരുന്നു. കാരണം ചേട്ടായിക്ക് ഒരു ബാധ്യതയില്ല. നമ്മുടെ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ ഒരു കടവും എൻ്റെ അറിവിലില്ല. പിന്നെ ഒരാഴ്ചയ്ക്ക് മുമ്പ് വീട്ടിലൊരാൾ ഇങ്ങനെ 8 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അതിശയിച്ചു പോയി. ഈ 8 ലക്ഷം രൂപ എന്തിനു വാങ്ങിയെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോഴൊന്നും എന്താ കാര്യമെന്നൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചു ആർക്കെങ്കിലും. അപ്പോൾ പറഞ്ഞു എനിക്ക് വേണ്ടിയല്ല, ഞാൻ വേറൊരാൾക്ക് വേണ്ടി മറിച്ച് കൊടുത്തതാണ്. പിന്നെ അത് ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ അത് സോൾവ് ആവും, അത് അവർ കൊടുക്കും. അപ്പോൾ ഈ ആൽബിക്ക് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സ്വർണ്ണമെല്ലാം പണയം വെച്ച് പകുതി പൈസ കൊടുത്തു. കാരണം നമ്മൾ കാരണം ഒരാൾക്ക് ബുദ്ധിമുട്ട് വരരുതെന്ന് കരുതിയിട്ട്. അപ്പോൾ ചേട്ടായിനോട് ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ കൊടുത്തു, ഇനി ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ആൽബിക്കും കൊടുക്കാനില്ല, ആർക്കും കൊടുക്കാനില്ല, ഇനി ഒരു ബാധ്യതയില്ല, ഇനി അങ്ങനെ ആരും വീട്ടിൽ വരത്തില്ല. എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് സാലറി എന്തെങ്കിലും പിടിക്കുന്നു. പറഞ്ഞു സാലറി പിടിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഓഫീസിൽ ചേട്ടായി അറിയാതെ ഞാൻ ചോദിച്ചു. ഈ ഒരു സംഭവം വന്നതുകൊണ്ട്, കാരണം ഒരു ലോണ്, ഹൗസിംഗ് ലോണോ അങ്ങനെ ഹൗസിംഗ് ലോൺ ഉള്ളത് എൻ്റെ പേരിൽ, കാർ ലോൺ ഉള്ളത് എൻ്റെ പേരിൽ, അത് ഞാൻ ക്ലോസ് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു വേറെ ഏതെങ്കിലും ബാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥലം എന്തെങ്കിലും വിറ്റോ അല്ലെങ്കിൽ PF-ന്ന് നമുക്ക് എടുക്കാമല്ലോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഞാൻ ഈ 4 ലക്ഷം രൂപ. കാരണം ഇനി ചേട്ടായിക്കൊരു ബാധ്യത ഉണ്ട് എന്ന് ബാക്കിയുള്ളവരെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വരും, എന്താണ്. അപ്പോൾ ചേട്ടായിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. നമ്മൾ തമ്മിലുള്ള റിലേഷൻ അങ്ങനെ ആയിരുന്നു, എല്ലാം തുറന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ സ്കൂളിലായിരിക്കുമ്പോൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ അനിക്കും അവർക്ക് വേണ്ടി പിന്നെ ഒരു ചിട്ടിക്ക് 2018 ജാമ്യം നിന്നിട്ടുണ്ട്. അന്ന് അവർ ചിട്ടായിനോട് പറഞ്ഞത് ഈ ചിട്ടി അടച്ചുകൊണ്ടിരിക്കും, അപ്പോൾ അത് കിട്ടുമ്പോൾ ഈ ലോണ് ക്ലോസ് ആവും, നിങ്ങൾക്കൊരു ബാധ്യതയും വരത്തില്ല. അപ്പോൾ ആ ഉറപ്പിന്മേലാണ് അന്ന് ജാമ്യം നിന്നതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ജാമ്യം നിൽക്കുക മാത്രമല്ല, ഇങ്ങനെ പൈസ ഇവരടയ്ക്കാതെ വന്നപ്പോൾ ആ റോളും കൂടെ ഇവരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ തലേ ദിവസം ഞായറാഴ്ച, ഞാനറിയുന്നില്ല, എന്നെ കേട്ടറിഞ്ഞതാണ്, തലേ ദിവസം ചേട്ടായി അവരുടെ കടയിൽ പോയിട്ട് വഴക്കുണ്ടാക്കിയെന്ന്, പൈസ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞു, അവർ ആ പൈസ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അറിവിൽ അതാണുള്ളത്. ഇനി അതിൽ കൂടുതൽ എമൗണ്ട് ഉണ്ടോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഒന്നിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും, എനിക്ക് അതാണ് ഉറപ്പ്. ഒന്നും എൻ്റെ ഭാര്യ അറിയരുത് എന്നാണ് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും, ഒന്നിൽ എൻ്റെ ഭാര്യ എന്നെ അറിയിക്കും, അപ്പോൾ ഞാൻ എങ്ങനെ ഉൾക്കൊള്ളും. അതെ, അത് പറഞ്ഞു. അതിന് ശേഷവും ചിലപ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ എന്തായാലും അവർ കാരണം തന്നെയാണ് എൻ്റെ ഫാമിലി ഇങ്ങനെ പോയത്. എന്തോ ഒരു ദുരൂഹത ഉണ്ട്, ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്. ചേട്ടായി എനിക്ക് സ്വയം അറിഞ്ഞു. കാരണം അന്ന് ഈ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് ഇവരെല്ലാവരും ലൊക്കേഷൻ ഇങ്ങനെ ആക്കുമ്പോൾ ഞാനിങ്ങനെ പോലീസുകാരോട് പറയുന്നു. എന്നിട്ട് ഞാൻ വീട്ടുകാർ ടെൻഷൻ അടിക്കുമെന്ന് പറഞ്ഞ് വരുന്ന വഴിക്ക് എൻ്റെ മൂത്ത ബ്രദർ, അതായത് അമ്മയുടെ അനിയത്തിയുടെ മോനുണ്ട്,
അവനെ എൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ അവൻ വന്നിട്ട് പറഞ്ഞു, നീ വീട്ടിൽ പോ, ഞങ്ങളെല്ലാവരും ഇല്ലേന്ന് പറഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിക്ക് ഞാൻ പറയാണ്, ഇങ്ങനെ നമ്മുടെ അടുത്ത് പോവാന്ന് പറഞ്ഞു, നമുക്ക് ആ വീട്ടിൽ കയറി നോക്കാം. ഹോണും ബെല്ലടിച്ചു. ഹോണും ബെല്ലടിക്കുമ്പോൾ ഫ്രണ്ടിലെ 2 റൂമിലും ലൈറ്റ് ഉണ്ടായിരുന്നു. ഡോറ് തുറന്ന് ഡോറ് തുറന്നതും ആ റൂമിൽ ലൈറ്റ് ഓഫായി. അപ്പം ഞാൻ ഏട്ടനോട് പറയുന്നത്, എടാ പിന്നെ ലൈറ്റ് ഓഫായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വന്നിട്ട് ഞാൻ ചോദിച്ചു ഹസ്ബൻഡ് ഇവിടെ വന്നിരുന്നു, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നിരുന്നു 2 ദിവസം മുമ്പെന്ന്. വന്നിരുന്നു എന്ന് പറഞ്ഞു, 2 ദിവസം മുമ്പ് വന്നു, ഇന്ന് വന്നിട്ടേ ഇല്ല എന്നാ എന്നോട് പറഞ്ഞത്. 8 മണിക്ക് അവരുടെ വീട്ടിൽ ആളുണ്ട്. എന്തോ സംഭവം അവിടെ നടന്നിട്ടുണ്ട്. ഒന്നിയിൽ എന്തോ സംഭവം നടന്നിട്ടുണ്ട്. അവരുടെ ആ ഒരു പ്രേരണയിൽ, അതായത് ഈ പുറം ലോകം ഇതിനെക്കുറിച്ച് അറിയണമെന്ന് ചിട്ടായിക്ക് വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ടാണ് ചുമരിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. എന്തോ അവിടെ ഒന്നിൽ ചിട്ടായിനെ ഉപദ്രവിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നല്ലൊരു ഭീഷണിയുണ്ട്. ഭീഷണിയില്ലാതെ, കാരണം തലേ ദിവസം വെള്ളിയാഴ്ച ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വക്കീലിനെ, ഞാൻ കേൾക്കുന്നില്ല, ഫോണിൽ ആരെ വിളിച്ചിട്ട് വക്കീലിനെ കേൾക്കണം, വക്കീലിനെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്, കേട്ടു. അപ്പോൾ വക്കീലെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഓഫീസിലെ കാര്യങ്ങൾക്കും വക്കീലിനെ കാണാം. അത് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. തിങ്കളാഴ്ച ഇതുപോലെ കാണാതാവുമ്പോഴാണ് അമ്മ എൻ്റെ അടുത്ത് പറയുന്നത് വക്കീലിനെ കാണണമെന്ന് ഇങ്ങനെ സംസാരിച്ചു. പിന്നെ വേറെ ആൾക്കാരുടെ നിന്ന് പൈസ വാങ്ങി കൊടുത്തോ, അപ്പോൾ ഇനി വീട്ടുകാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഞാനൊരു കടക്കാരനാണെന്ന് ഫ്രണ്ട്സ് സർക്കിളിൽ എല്ലാവർക്കും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെയൊന്നും പിന്നെ ഇപ്പോൾ ഓഫീസിൽ പോയാലും പിന്നെ എന്താ പറയുക, ഒരു ഗസറ്റഡ് ഓഫീസിനെക്കാളും ഒരു പദവിയുണ്ട് ഹസ്ബൻഡിന് എല്ലായിടവും. ഇങ്ങനെ ഇപ്പോൾ ഫാമിലിയിലായിരുന്നാലും അങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ ഫാമിലിയിലൊന്നോ ഹസ്ബൻഡിൻ്റെ ഫാമിലിയൊന്നും വേർതിരിവില്ലാതെയാണ് മുന്നിൽ നിൽക്കുന്നത്. എവിടെ പോയാലും ഒരു മടിയില്ലാതെ അവിടെ ഒരു വലിയൊരാളെ പോലെ നിൽക്കും. അപ്പോൾ ആ ഒരു ചിലപ്പോൾ ഭീഷണിയുടെ, പക്ഷെ അന്ന് എൻ്റെ സ്കൂളിലൊരു കോള് വന്നു. അത് ആര് വിളിച്ചതെന്ന് എനിക്കറിയത്തില്ല. HMന് ഒരാൾ വിളിച്ചിട്ട് എൻ്റെ നമ്പർ സെക്രട്ടേറിയറ്റിൽ, അങ്ങനെ പറഞ്ഞ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന ആളുടെ വൈഫ് വിജിലയുടെ നമ്പർ വേണം. ഇനി അയാൾ ആരാന്ന് എനിക്കറിയത്തില്ല. അന്ന് വൈകുന്നേരം ആദ്യം പറഞ്ഞൊന്ന് പോലീസാന്ന് പറഞ്ഞൊന്ന്, വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞൊന്ന് AE ഓഫീസിൽ നിന്നാണ് വിളിച്ചതെന്ന് പറഞ്ഞൊന്ന്. ചുമരിൽ ഇവർ പറഞ്ഞു കേട്ടത് എൻ്റെ ആത്മഹത്യക്ക് കാരണം അനിയും പിന്നെ പ്രിയയുമാണ് ആണ് എൻ്റെ ആത്മഹത്യ കാരണം, എൻ്റെ മകളെ സംരക്ഷിക്കണം എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ലെറ്ററുണ്ട്, ലെറ്റർ പോലീസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിലെന്താ എഴുതിയിരിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഞാൻ കേസുമായിട്ട് മുന്നോട്ട് തന്നെ അങ്ങനെ നമ്മൾ ഈക്വലായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിലൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ഫാമിലിക്ക് നല്ല ഇൻവോൾവ് ഉണ്ട്. കാരണം മോളെയെങ്കിലും, വേറെ എന്തായിരുന്നല്ലോ, മോളെന്ന് പറഞ്ഞാൽ അത്ര ജീവനാണ്. എനിക്ക് തോന്നുന്നില്ല ഈ ലോകത്ത് ഒരാൾ പോലും, കാരണം ഇത്രയും ക്ഷീണിച്ച് വന്നാലും ആ മോളുടെ ഏജിൽ നിന്ന് കളിക്കും. എന്നെ കൊണ്ട് പോലും പറ്റൂല. അപ്പോൾ ഈ 8:30-ക്ക് ശേഷം എന്തോ കാര്യമായിട്ട് നടന്നു. ഓഫീസിലായിട്ട് പോയത് തന്നെയാണ്, അതിലെന്തോ കോൾ വന്നിട്ടുണ്ട് ഉറപ്പായിട്ട്. അതുകൊണ്ടാണ് തിരിച്ച് വന്നത്. അതിനുശേഷം എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. ഒന്നിലും ഇവർ വിളിച്ച് വീട്ടിൽ വരുത്തുകയോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ തന്നെ അവരിങ്ങനെ ഒരു ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ്, പിന്നെ മിസ്സിങ് ആണ് എന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ട്, അപ്പോൾ ഏട്ടൻ പറഞ്ഞ് നീ ഇനിയൊന്നും പറയണ്ട, വാ പോവാന്ന് പറഞ്ഞ്. എനിക്കും പിന്നെ വേറൊന്നും അറിയത്തില്ലല്ലോ. എന്തായാലും അവർ തന്നെയാണ് എൻ്റെ ഫാമിലീനെ ഇങ്ങനെ ആക്കിയത്. ഞാൻ വയ്യാത്ത, എൻ്റെ മോള് ടൈപ്പ് 1 ഡയബറ്റിക്കാണ്. 4 സമയം ഇൻസുലിൻ എടുക്കണം. എന്നെ കൊണ്ട് ഇതൊന്നും ഒറ്റയ്ക്ക് താങ്ങൂല. കാരണം രാവിലെ അച്ഛനാണ് അവൾക്ക് ഇൻസുലിൻ എടുത്തു കൊടുക്കുന്നത്, തല തോർത്തി കൊടുക്കുന്നത്. അവൾ വരെ പറഞ്ഞു എൻ്റെ അച്ഛൻ അവരാണ് കൊന്നതെന്ന്. അന്ന് രാത്രി പറഞ്ഞു. അച്ഛൻ വന്നപ്പോൾ അവൾ ഒരു തുള്ളി കരഞ്ഞില്ല. ഇനി എല്ലാ മാസവും അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ആര് കൊണ്ടുപോകുമെന്ന് എനിക്കറിയത്തില്ല. അവളെ ഇനി ഓരോ ഘട്ടങ്ങളിലൂടെ എങ്ങനെ കാരണം സാധാരണ ഒരു കുട്ടിയല്ല അവൾ. ടൈപ്പ് 1 ഡയബറ്റിക് എന്ന് പറയുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലെങ്കിലും ആലോചിക്കും, ഞാൻ അവിടെ വഴിയിൽ കാത്തു നിൽക്കും. എല്ലാ ദിവസവും എന്നെ കൂട്ടിയിട്ട് വരണേയില്ലേ. ഞാൻ നീലേശ്വരത്തായിരുന്നപ്പം വെളുപ്പിന് വരും. ഞാൻ 4 മണിക്ക് എത്തുള്ളൂ. 3 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കും, കാത്തു നിൽക്കും. ഇവിടുന്ന് 1:30-2 മണിക്ക്. ആര് ചെയ്യും? ആരും ചെയ്യത്തില്ല. ഞാൻ എന്നിട്ടും പറയും ചേട്ടായി, എന്നിട്ട് ഞാൻ തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ എന്നെ കൊണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ
ഞാൻ വരുന്ന ബസ്സിന് വഴിയിൽ കാത്തു നിന്ന് എനിക്ക് ഒരു ചോക്ലേറ്റ് എങ്കിലും വാങ്ങിത്തരാതെ പോവാറില്ല. ഞങ്ങൾ അത്രയും നല്ല റിലേഷനിലാണ് ജീവിച്ചത്. അതെല്ലാവർക്കും അറിയാം. ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് അന്ന് എങ്ങനെ ജീവിച്ചോ ആ തിങ്കളാഴ്ച വരെയും. ജൂലൈ 15-നായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ്, 2013 ജൂലൈ 15. ആ ജൂലൈ 15 എൻ്റെ കൈ പിടിച്ച് അതേ ജൂലൈ 15 എന്നെ തനിച്ചാക്കി നടു റോഡിൽ നിർത്തിയിട്ടാ പോയത്. ഞാനിനി എൻ്റെ അനിയൻ നഷ്ടപ്പെട്ടപ്പോഴും എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടപ്പോഴും എൻ്റെ ഊർജം മുഴുവൻ എൻ്റെ ചേട്ടായിയായിരുന്നു. എന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കി. ഞാൻ വിചാരിച്ച് എവിടെ ഒളിച്ചിരിക്കുകയാണ്, വരുമെന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഞാൻ ഉച്ചവരെ കാത്തിരുന്ന്. മരിച്ചതുപോലും അറിയത്തില്ലായിരുന്നു.